വെൽക്കം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇൻസൈഡിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു അലമാരിയും വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ്. അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരി തള്ളി പുറകെ കൊണ്ടിട്ടിട്ട്, പുറകിൽ വെള്ളമാണല്ലോ, ആ വെള്ളത്തുനിന്ന് ഈ അലമാരിൻ്റെ മുകളിൽ കയറുന്ന ഒരു വള്ളി ഉണ്ട്. ആ വള്ളി പിടിച്ച് കയറാം എന്നുള്ളൊരു മൈൻഡിലാണുള്ളത്. നമുക്ക് നോക്കാം. അയ്യോ, ഞാനത് താഴെ ഇടണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ വെച്ചാൽ മതിയായിരുന്നു. ആ വെള്ളം അത്ര പൊന്തുമായിരിക്കും. ഇല്ലെങ്കിൽ വെള്ളം പൊന്തി വരുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് തള്ളി നീക്കിയിട്ട് ഇടാം. എന്തായാലും ഞാൻ അലമാരിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ചാടി എത്തും നോക്കട്ടെ. യെസ്, ഈ ഐറ്റ് മതി. ഓക്കെ, നമ്മളത് ചാടിയിട്ടുണ്ട്. ഈ വഴി മാത്രമേ പുറത്തേക്ക് പോകാൻ വഴിയുള്ളൂ. സംഭവം അടിപൊളി ഗെയിമാണ് കേട്ടോ. നമ്മളെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, എന്നാൽ സിമ്പിളായിട്ട് പറ്റുകയില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാം ഒബ്സർവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മേലെ കയറി ഇങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഓക്കെ, അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഊഹം വെച്ച് ആ ലൈറ്റിൽ പോയാൽ നമ്മളെ പിടിച്ചോണ്ട് പോവും. നോക്കി നോക്കാം. ലൈറ്റ് അങ്ങോട്ട് പോയ ഗ്യാപ്പിൽ ഞാൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ, ആ നിഴലിന്റെ ഓക്കെ, അവിടെ ലൈറ്റ് അടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കഴിച്ചില്ലായി. എന്തോ തിരിക്കാൻ പറ്റുന്ന സാധനം തോന്നുന്നു. ഓക്കെ, തിരിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് എത്തും. പണി കിട്ടുമല്ലോ. ദൈവമേ, കിട്ടി. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പ വലയിട്ട് നമ്മളെ പിടിക്കും. അപ്പൊ ലൈറ്റ് അടിക്കാണ്ട് നമുക്കത് താഴെ വരെ എത്തിച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് വേണം പോവാൻ. ആ ലിഫ്റ്റ് പോലത്തെ സംഭവം ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അത് പോയി. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ആ ലൈറ്റിനെ ക്രോസ് ചെയ്യണം. ലൈറ്റിനെ ക്രോസ് ചെയ്ത് കടമ്പ കഴിക്കണം. സിമ്പിൾ കടമ്പയാണ്, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. സംഭവം കളിച്ചോണ്ടിരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നല്ല ടെൻഷൻ. ഓക്കെ, തിരിച്ചോ. ആ ടൈമിംഗ് ഇല്ല, ടൈമിംഗ് ഇതിനകത്ത് കുറേ വേണം. കറക്റ്റ് ടൈമിംഗ് അല്ലെങ്കിൽ അപ്പം കിട്ടും പണി. ഓക്കെ, ഇത് പണി കിട്ടി. അവിട്ടം വരെയും വല വരും. അതുകൊണ്ട് കുറച്ച് തിരിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയി ആ നിഴലിന്റെ അടിയിൽ നിൽക്കണം, അല്ലെങ്കിൽ തീരും. ഒറ്റയടിക്ക് തിരിക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പം കാര്യമായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകും. ആ വല ഒന്ന് മേത്തടിക്കുമ്പോഴത്തേക്ക് ചത്തും പോണ്ടല്ലോ. ചത്താണ് വലിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിഴലിന്റെ അടി നിന്നു. ഇതിലെന്തായാലും ക്രോസ് കിട്ടും. ഓക്കെ, അത് തിരിച്ചോ. അത് തിരിച്ചു വരുന്ന ലൈറ്റ് തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് നിഴലിൽ നിൽക്കുക. ഓക്കെ, കറക്റ്റ്. ഇനി ആ നിഴല് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും പോയി ബാക്കി തിരിക്കുക. ഫുള്ള് ടൈമിങ്ങിന്റെ പരിപാടിയാണ്. വേഗം തിരിച്ചോ. ചാടാനുള്ള ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓക്കെ, മതി. ചാടിക്കോ. ജസ്റ്റ് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചാടി അതിൻ്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടാം, അല്ലാണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. രണ്ട് സൈഡ് ഓപ്പൺ ആണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഐ ഗോഡ്, അതടിക്കൂ. ആ, അടിച്ച് അപ്പട്ടം വരെയും വരുന്നുണ്ട്. അപ്പൊ ചാടിയിട്ട് എവിടെ നിൽക്കാൻ സമയമില്ല. എവിടെയെങ്കിലും കയറി ഒളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നമ്മളെന്തായാലും ഇതിനകത്താണ് ഫസ്റ്റത്തെ ലൈറ്റ് ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ലൈറ്റ് പോട്ടെ, അതിന്റെ പുറകെ പോവാം, അല്ലെങ്കിൽ പണിയാ. ഓക്കെ, പുറകെ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയോ നിഴലുണ്ടാവും. ഓക്കെ, അവിടെ നിൽക്കാം. തിരിച്ചു വരുമ്പോൾ ആ നിഴലിന്ന് പോട്ടെ. ഓക്കെ, മുന്നോട്ട്. ഇപ്പൊ പിടിച്ചാണ് കേട്ടോ. ഓ മൈ ഗോഡ്, അടുത്ത നിഴല്. അടുത്ത ലൈറ്റ്. പോട്ടെ. അത് പൊക്കാൻ പറ്റുന്നില്ല. ഓടിക്കല്ല ഇപ്പോൾ പിടിച്ചനെ. ടൈം പറഞ്ഞു കഴിഞ്ഞാല് വേഗം പൊക്കെ, കേറ്. ഓ, രക്ഷപ്പെട്ട്. ജസ്റ്റ് മില്ലി കഴിച്ചിലായിപ്പോയി. അത് പൊക്കാനും പറ്റുന്നില്ല. ചെറിയ ചെക്കൻ അത്രയും വെയിറ്റ് പൊക്കാൻ പറ്റുന്നില്ലെന്ന്. ഇനി നമ്മള് മുമ്പോട്ട് തന്നെ പോയി നോക്കാം. പുറകോട്ട് പോകണില്ല, മുമ്പോട്ട് തന്നെ പോവാം. ഓക്കെ, ചാട്ടം കുറച്ച് റിസ്ക് ആയിരുന്നു, എന്നാലും ചാടി. മുമ്പോട്ട് ചിലപ്പോൾ വഴി അവിടെയൊന്നും ഒന്നുമില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ ചെയ്യണം. തിരിച്ചു പോയിട്ട് വേണം മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ. ചാടി വലയെ പിടിച്ചിട്ടുണ്ട്. ചങ്ങലയാണത്.
ചെയിന് താഴേക്ക് 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 കൊണ്ടുനടങ്ങാം. താഴേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നല്ല ആളുണ്ടല്ലോ, അത് ചാടിയിരുന്നെങ്കിൽ അപ്പ തീർന്നാനെ. ഇതൊക്കെ ഏത് സ്ഥലമാണോ? അങ്ങനെ താഴെ എത്തി. ഇനിയിപ്പോ മുന്നോട്ട് പോവോ ബാക്കോട്ട് പോവോ? നമ്മളെപ്പോഴും മുന്നോട്ട് തന്നെ. മുന്നോട്ട് പോയിട്ട് വഴിയൊന്നുമില്ലെങ്കിൽ തിരിച്ചു വരാം. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സ്ഥലം മനസ്സിലാവുന്നില്ല. എന്താ മിന്നലോ? അവിടെ പോവാണ്. നല്ല മിന്നലുണ്ട്. മഴ. ഓ, അവിടെ പട്ടികളുണ്ട്. നമ്മൾ പയ്യെ പോവാണ്, അല്ലെങ്കിൽ അതിപ്പോ നമ്മളെ വന്ന് സൈസാക്കും. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മൂവി എത്ര ലൈറ്റാ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ പട്ടികൾ അതിൽ കൂടി നടക്കുന്നുണ്ട്. പട്ടികൾ ഭയങ്കര ഭീകരം പട്ടികളാണ്. പട്ടികളൊന്നും മനുഷ്യന്മാരെ അങ്ങനെ കൂളായിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും ഇതില് ഒരു ഉപകാരം, വെള്ളത്തിൽ നീന്താൻ അറിയാം. അങ്ങോട്ട് പോവാണ്. കൂടെ അവിടെ നിന്ന് ഒരു പട്ടി വരുന്നുണ്ട്. ഓടി വെള്ളത്തിൽ ചാടാം. പട്ടി വെള്ളത്തിൽ ചാടില്ല. കണ്ട, പട്ടി വെള്ളത്തിൽ ചാടി. പട്ടി വെള്ളത്തിൽ ചാടി. മൈ ഗോഡ്, വെള്ളത്തിൽ ഒരു വന്ന പട്ടി താഴേക്ക് വരുന്നില്ല കേട്ടോ. എന്താ താഴേക്ക് ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഓ, നമ്മളവന് കറക്റ്റ് ആയിട്ട് കാണാം. ഓടി പോവാ. പിടിച്ച് വെള്ളത്തിന്റെ അടിയിൽ അധികം നേരം നിൽക്കാനും പറ്റില്ല. അപ്പൊ ശ്വാസം പിടിച്ചത് മേലോട്ടും വരണം. നമ്മളെ ഇവൻ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നടത്താം, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഓ മൈ ഗോഡ്, പിടിച്ച് പിടിച്ച് പിടിച്ച്. ഓക്കെ ഗൈസ്, ഇതെങ്ങനെ കണ്ടെത്തി ഇത് കഴിയുന്നു നിങ്ങൾ നോക്കിയിട്ട് വരാം. അടുത്ത എപ്പിസോഡിൽ കാണാം.